സർക്കാർ പറഞ്ഞ ഉത്തരവ് പാലിച്ചിരിക്കുന്നു. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ അനുവദിക്കുമെന്ന് പറഞ്ഞ കേരള സർക്കാർ അത് പാലിച്ചിരിക്കുന്നു. മഞ്ഞ, പിങ്ക് എന്നീ നിറത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ പദ്ധതിയിൽ അംഗീകാരം ലഭിക്കുക. ട്രാൻസ് വുമൺസിനും ഈ പദ്ധതി വഴി ധനസഹായം ലഭിക്കുന്നതാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പാണ് ഈ പദ്ധതിക്കു പിന്നിൽ. സ്ത്രീ സുരക്ഷാ പദ്ധതിക്കു കീഴിൽ ധനകാര്യ വകുപ്പാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. യോഗ്യരായ സ്ത്രീകൾക്ക് മാസം 1000 രൂപ വീതം ഈ പദ്ധതിയിൽ നിന്നും അംഗീകാരം ലഭിക്കും. ഈ പദ്ധതിയുടെ പ്രധാന മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് അപേക്ഷകർ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെട്ടവർ ആകരുത്. അപേക്ഷകർ 35നും 60നും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം. ട്രാൻസ് വുമൺസ് കാറ്റഗറിയിലുള്ളവർക്കും ഈ അപേക്ഷിക്കാവുന്നതാണ്. പ്രസ്തുത പ്രായപരിധി കണക്കാക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാകില്ല. സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രം പദ്ധതിയുടെ നേട്ടം ലഭിക്കുക. പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം 1000 രൂപയാണ്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതിയിലൂടെ അംഗീകാരം ലഭിക്കുകയില്ല. വിവിധതരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും ഈ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം ലഭിക്കുകയില്ല. ഇത്തരം മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറി മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകർ നേരിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ ബാങ്ക് പാസ്ബുക്ക്, ആധാറിൻ്റെ കോപ്പി, അതുപോലെ തന്നെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് മുതലായവ അതിൽ സമർപ്പിക്കേണ്ടതാണ്. അതോടൊപ്പമുള്ള ഫോമും കൂടെ പൂരിപ്പിച്ചിട്ട് വേണം നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ നൽകാം.